അപ്പോൾ അങ്ങനെ ഈ ഓണം പൊളിക്കില്ലേ. ഇന്ന് കുറച്ച് ഓണവിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ മെഹന്തി ഇടാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ കുറച്ച് പേര് ഇട്ടിട്ടില്ല. അപ്പം വന്നപ്പോൾ തന്നെ അതിൻ്റെ കലാപരിപാടികളിലാണ് കുറച്ച് പേര് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരും റെഡി ആയിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ നമ്മൾ റെഡിയായിട്ട് ഇറങ്ങിയ ഉടനെ തന്നെ ആദ്യം ഫോട്ടോഷൂട്ടിനാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മളെ മെയിൻ പരിപാടിയും ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഇതൊക്കെ തന്നെ. അപ്പോൾ പലർക്കും ഒരു വിചാരമൊക്കെ ഉണ്ട്, പഠിത്തം കഴിഞ്ഞാലും ഇതൊക്കെ നടക്കുന്നു, പഠിത്തം കഴിഞ്ഞാലാണ് ഇതൊക്കെ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നറിയുമ്പോൾ നമ്മൾ തനിയെ പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെയല്ലേ ഒരു രസമുള്ള പരിപാടി എന്ന് പറയുമ്പോൾ. അപ്പം നമുക്ക് നേരെ ഓണവിശേഷത്തിലോട്ട് പോകാം അല്ലേ. ഗ്രൂപ്പിൽ എല്ലാവർക്കും വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഇത് ഡാൻസ് പഠിച്ചിട്ട് വരണേ എന്ന് പറഞ്ഞു. എല്ലാം പിന്നെ പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികളായതുകൊണ്ട് ആരും പഠിച്ചിട്ട് വന്നില്ല. പിന്നെ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പം നല്ലൊരു സ്ഥലം തപ്പി പോവുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കുറച്ചൊക്കെ നല്ലതായിട്ടല്ല നമുക്ക് ഡാൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ലൊരു വീഡിയോ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ഞങ്ങളെപ്പോഴെങ്കിലും വീഡിയോ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ശരിയാവത്തില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ തപ്പി വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കണേ എന്നുള്ളൊരു ഇതിലായിരുന്നു ഇത്. അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ സമ്മതിച്ച്. അതിനുശേഷം ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പോയി നിന്നപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ സദ്യ കഴിക്കാനുള്ള നേരമായപ്പോഴത്തേക്കും നമ്മൾ നേരെ വീട്ടിലോട്ട് വന്ന് അതിനുശേഷം നമ്മൾ ഇപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി എത്ര സദ്യ കഴിക്കാനുണ്ടെങ്കിലും ഇച്ഛ കഴിച്ചോ എന്നുള്ള ചോദ്യത്തിനൊന്നും അവിടുന്ന് ഉത്തരം കിട്ടിയാലേ ഇവിടെ പിള്ളേരൊക്കെ കഴിക്കത്തുള്ളൂ. പിന്നെ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ടിരുന്ന് എല്ലാവരും വന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന സദ്യയിൽ ശരി ഇവിടെ മന്തി ഇട്ടാതെ വിഷമിക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്. വിഷമിക്കേണ്ട, അടുത്ത വർഷം ഓണസദ്യക്ക് വരെ മന്തിയാക്കാന്നുള്ള പേര് പറഞ്ഞപ്പോഴാണ് പിള്ളേരൊക്കെ കഴിച്ചത്. ഇവിടെയൊക്കെ ഇപ്പോഴും ചർച്ചകളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എത്ര പറഞ്ഞാലും മതിയാകത്തില്ല, സദ്യ ഒരു രക്ഷയില്ല എന്നാൽ മാമി സമ്മതിക്കുക തന്നെ ചെയ്യണം. പായസം എങ്ങനെ കഴിക്കണമെന്നാണ് ഈ കുട്ടി നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ഓണസദ്യയൊക്കെ കഴിച്ചിട്ട് ഡ്രസ്സും മാറി ചെന്നപ്പോഴാണ് നമുക്കൊരു സമാധാനമായത്. പിന്നെ അടുത്ത പരിപാടി എന്തോ ഗെയിംസൊക്കെ കളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആരാണ് ആദ്യം ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കുന്നത് അവരാണ് ഫസ്റ്റ്. അപ്പോൾ അതിൽ ഞാൻ തന്നെ ഫസ്റ്റ് അടിച്ചു. അങ്ങനെ ഞാൻ ജയിച്ച സന്തോഷത്തിൽ അവിടെ കിടന്ന് തുള്ളിച്ചാടിയതിനു ശേഷം നമ്മളവിടെ ഗെയിംസൊക്കെ ഒരുപാടിന് ഷോർട്സ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ കാണാൻ ആരും മറക്കരുത്. പിന്നെ നമുക്ക് ഇതാണ് ഏറ്റവും വലിയൊരു വിഷമം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം കുറവാണെങ്കിലും സന്തോഷം ഒരുപാട് അവരെ കൂടെ നിൽക്കുമ്പോൾ. പക്ഷേ ഞങ്ങൾ വീണ്ടും കാണും. ഇനി ഇതുപോലുള്ള പരിപാടികൾ ഞങ്ങൾ ഒപ്പിച്ച് ഇതുപോലൊരു വീഡിയോ ആയിട്ട് ഇനിയൊരു ദിവസം വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.